ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചക്ക പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് പായസമൊന്നുമില്ല. ഊണൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് പായസം കുടിക്കണമെന്ന് തോന്നുമ്പോൾ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു ചക്ക പായസമാണ്. ഒരുപാട് സമയവും വേണ്ട, ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട. തേങ്ങ ചെരുകയോ പിഴിയുകയോ ഒന്നും വേണ്ട. നമ്മൾ പശുവിൻ പാലിലാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ചക്ക ഒന്ന് വേവിച്ച് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ടത് മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് പകർന്ന് അതിലേക്ക് ശർക്കര, നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കി കല്ലെല്ലാം കളഞ്ഞ് മണ്ണും കളഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചൊന്ന് തിളപ്പിക്കുക. ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചക്ക പായസം കുടിക്കുമ്പോൾ ചക്കയുടെ ടേസ്റ്റ് കിട്ടാൻ ചക്ക ഒന്ന് കടിക്കാനായിട്ട്, അപ്പോൾ ചക്ക വേറെ ചക്ക അടിക്കാതെ തന്നെ വെച്ചിരിക്കുന്ന ചക്ക ചെറുതായി ഒന്ന് അരിഞ്ഞിട്ട് നമ്മൾ ഈ പായസത്തിലേക്ക് ഈ ശർക്കരയിലേക്ക് ഇടുക. എന്നിട്ട് ഇതും കൂടി ഒന്ന് നന്നായി വേകുന്നത് വരെ ഒന്ന് ഇളക്കി വറ്റിക്കുക. അപ്പോൾ ഈ ശർക്കര പാനിയിൽ കിടന്ന് ഈ ചക്ക വേകുമ്പോൾ, ചക്ക പായസം കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ചക്ക കടിക്കാനൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞു, ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല, പശുവിൻ പാലാണ് ചേർക്കുന്നത്. ചിലർക്ക് പശുവിൻ പാൽ ഇഷ്ടമില്ലാതായിരിക്കാം, അപ്പോൾ അതിന് പകരം തേങ്ങാപ്പാൽ ചേർക്കാം. പിന്നെ പാൽ പിഴിയണമൊന്നുമില്ല. നമുക്ക് ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാൽ പൊടി കിട്ടും, പൗഡർ കിട്ടും. അത് കലക്കി ഒഴിച്ചാലും മതിയാകും. ഞാനിപ്പോൾ ഇവിടെ പശുവിൻ പാലിലാണ് ചെയ്യുന്നത്. ഇതെല്ലാം വെന്ത് വരുമ്പോൾ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്. പാലൊഴിച്ചതിന് ശേഷം അധിക സമയമൊന്നും ഇളക്കണ്ട. അതിങ്ങനെ വറ്റി 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 വരും. പിന്നെ ഇതിലേക്ക് ഞാൻ ഏലക്കയും ജീരകവും ആദ്യം ശർക്കര ഒക്കെ ചേർക്കുന്നതിനേക്കാൾ മുൻപ് ചക്ക മിക്സിയിൽ അടിക്കുമല്ലോ, അപ്പോൾ അതിൽ തന്നെ ഏലക്കയും ജീരകവും ചേർത്ത് അടിച്ചിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ഇനി ഏലക്കയും ജീരകവും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്, പശുവിൻ പാൽ ഒഴിച്ചു. എന്നിട്ട് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് ചേർക്കാം. കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിത് പെട്ടെന്ന് തോന്നി ചെയ്തത് കൊണ്ട് എനിക്ക് അത് അധികമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് കാഷ്യൂനട്ട് ഉണ്ടായുള്ളൂ, പിന്നെ മുന്തിരി ഇല്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിവിടെ തേങ്ങാക്കൊത്ത് ചെറുതായി അരിഞ്ഞ് നെയ്യിലൊന്ന് വറുത്തിട്ട് ഈ പായസത്തിലേക്ക് ചേർക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പായസം അടിപൊളിയായിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചുമ്മാ മഴയൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് പായസം കുടിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഒരുപാട് സമയം വേണ്ടി വരില്ല. ഏതെങ്കിലും പണിയൊക്കെ ചെയ്യുന്നുണ്ട് അതിനിടയിൽ തന്നെ നമുക്കിത് ചെയ്യാം. അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്.